സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ഏഴ ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് ഏഴ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏഴ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, AR കോംപ്ലക്സ്. പൈങ്കുളം തുവരക്കാട് മഹാത്മാ അയ്യങ്കാളി കുടിവെള്ള പദ്ധതിയുടെ 10ാം വാർഷികവും പൊതുയോഗവും വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും നടന്നു. പൈങ്കുളം തുവരക്കാട് മഹാത്മാ അയ്യങ്കാളി കുടിവെള്ള പദ്ധതിയുടെ 10ാം വാർഷികവും പൊതുയോഗവും വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും തുവരക്കാട് പ്രിയദർശിനി വനിതാ സാംസ്കാരിക നിലയത്തിൽ നടന്നു. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് ആൻഡോ അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പോലീസിൽ നിന്ന് വിരമിക്കുന്ന രാമചന്ദ്രന് മൊമന്റോ നൽകിയും പൊന്നാടി അണിയിച്ചും UR പ്രദീപ് MLA ആദരിച്ചു. അത് ഒരു വലിയ സംഖ്യയായിട്ട് അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ഒരു ദാരിദ്ര്യം കുറഞ്ഞ ഒരു സംസ്ഥാനമായതുകൊണ്ട് നമുക്കിപ്പോൾ ഓരോരുത്തരുടെയും ചെത്തുകാരുടെ കത്തി പോലെയാണ് അപ്പുറത്തും ഇപ്പുറത്തും മൊബൈൽ ഫോൺ വെച്ചിട്ടുണ്ടാവും, വലിയ ഫോണ്. അത് ചാർജ് ചെയ്യാൻ ഇവിടെ ഒരു മാസം വലിയ സംഖ്യ ചെലവ് ചെയ്യും. അതിനാ ഉപയോഗിക്കുന്ന വെള്ളത്തിന് കുറച്ച് പൈസ കൊടുക്കണം പറഞ്ഞാൽ അത് കേൾക്കില്ല. ഇവിടെ അല്ല കേട്ടോ, ഈ പ്രദേശത്തല്ല, ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പൊതുവെ കുടിവെള്ളം ഉള്ള വാങ്ങിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥലത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രയാസം അതാണ്. വീട്ടിൽ 3 or 4 ഫോൺ ഉണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യാൻ എങ്ങനെയായാലും വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ ചാർജ് ചെയ്യിക്കും, എന്നിട്ടത് കൊടുക്കും. ഇവിടെ കുടിവെള്ളത്തിനില്ല കൊടുക്കാൻ. അപ്പോൾ അതൊന്നും അല്ലാതെ വളരെ കൃത്യമായി ഇത് എത്ര പ്രയാസമുണ്ടെങ്കിലും ഇത് കൊടുത്ത് മുമ്പോട്ട് പോകാൻ എന്നുവെച്ചാൽ ഒരു വിജയം തന്നെയാണ് കുടിവെള്ള പദ്ധതികൾ. തീർച്ചയായിട്ടും അവിടെ പല സ്ഥലങ്ങളിലും സൗജന്യമായി കിട്ടുമ്പോൾ ആ സൗജന്യം കിട്ടിയതല്ലേ ഇതിപ്പോൾ കേടുന്നാലും നമുക്ക് വേറെ ഇനി ഗവൺമെൻറ് തരുമല്ലോ എന്ന അർത്ഥത്തിൽ പലരും ലാഘവത്തോടെ കണ്ടുപോയി അതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതൊന്നും അല്ലാതെ കിട്ടിയത് അമൂല്യമാണ്. അതിനെ വളരെ കൃത്യമായി സത്യസന്ധമായും ഇത് കൊണ്ടു നടക്കാൻ കഴിഞ്ഞത് ഈ പ്രദേശത്തെ ആളുകളുടെ മനസ്സ് വിശാലമായ മനസ്സായതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയെ അങ്ങനെ നല്ല നിലയ്ക്ക് നമുക്ക് 10 വർഷം കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇനിയും കൂടുതൽ വർഷം സാധിക്കട്ടെ. സാധാരണ നമ്മുടെ പഠനമനുസരിച്ച് ഗ്രൗണ്ട് ലെവലിലെ വെള്ളം താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 10 വർഷം ആയ ശരിക്ക് ചിലപ്പോൾ അന്നടിച്ച മണിക്കൂറാവില്ല, ഇപ്പോൾ അടിക്കുന്നത് കുറച്ചുകൂടെ കൂടുതൽ അടിക്കുന്നത് വേണ്ടി വരും. അതിന് ഷിഫ്റ്റ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡ് മെമ്പർ ശ്രീജ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കുടിവെള്ള പദ്ധതി സെക്രട്ടറി PA വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഖജാൻജി MC രാമചന്ദ്രൻ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് നളിനി ബാബുരാജ്, കമ്മിറ്റി മെമ്പർമാരായ K ഉണ്ണികൃഷ്ണൻ, MC ഉണ്ണികൃഷ്ണൻ, NA നാരായണൻകുട്ടി, KC പ്രജിത്ത്, VS സനീഷ്, KC രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി CK ദീപ് കുമാർ സ്വാഗതവും PA വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. നമ്മൾ 1-2 പ്രാവശ്യം പഞ്ചായത്തിനെയും മറ്റേ അതുപോലെ ഘടകങ്ങളെ അറിയിക്കുകയും എന്നാലും അതിന് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അതിൻ്റെ കാരണം പറഞ്ഞെന്താ വെച്ചാൽ ഈ ചില ബാങ്കുകാർ ചെയ്യുന്ന പോലെയാണ്. ബാങ്കിൽ പൈസ കറക്റ്റടയ്ക്കുന്നവർക്ക് ഒരു ആനുകൂല്യം കിട്ടില്ല. പൈസ സ്ഥിരമായി മുടങ്ങുന്നവർക്ക് പലിശകളും സാമ്പത്തികമൊക്കെ ബാങ്കുകാരുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജനപ്രതിനിധികളുടെ ഭാഗത്ത് ഇങ്ങോട്ടുണ്ടായ മറുപടി. നമ്മുടെ പദ്ധതിയിൽ ഇപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പൈസയുടെ ആവശ്യം എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ MLA വരുന്നുണ്ട്. നമുക്കിനി നമ്മുടെ MLA കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതാണ് അതിൽ പറയാനുള്ളത്. കാരണം നമ്മുടെ ടാങ്കിൻ്റെ ഗ്യാരണ്ടി 10 വർഷമാണ് അന്ന് ടാങ്ക് പണിയപ്പോൾ പറഞ്ഞത്. 10 വർഷം കഴിഞ്ഞു. ടാങ്കിന് ചെറിയ ലീക്കൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി കൂട്ടി കണക്കാക്കി നമുക്കൊരു ഫണ്ട് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ കുടിവെള്ളത്തിൻ്റെ ഒരു പൈപ്പുകൾ കുറച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 10 വീട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് CCV.